എൻ്റെ നാത്തൂനെ കുറിച്ചൊന്ന് പറയട്ടെ. മറ്റാർക്കും കിട്ടാത്തൊരു നാത്തൂനാണ് കേട്ടോ എനിക്കുള്ളത്. കല്യാണത്തിന് മുന്നേ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഇവിടെ കയറി വന്നപ്പോഴാണ് അപ്പനും അമ്മയും കൂടാതെ നാത്തൂനും കുടുംബവും ഇവിടെ തൊട്ടടുത്താണ് സ്ഥിരതാമസം എന്ന് അറിഞ്ഞത്. അതും കല്യാണം കഴിഞ്ഞ ശേഷം 15 വർഷത്തോളം ആയിരുന്നു നാത്തൂൻ്റെ. പക്ഷേ നാത്തൂൻ്റെ വീട്ടിലെ ചിലവ് മുഴുക്കം നോക്കുന്നത് ഇവിടുത്തെ അപ്പനും അമ്മയും സഹോദരനും കൂടെയായിരുന്നു. അപ്പോൾ അവസ്ഥ ചിന്തിച്ച് നോക്കി ഒന്ന്. പിന്നെ ഇവിടുത്തെ അപ്പനും അമ്മയും ഇല്ലേ, നിത്യരോഗികളായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അവർ അസുഖങ്ങൾ അഭിനയിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ അസുഖത്തിൽ അഭിനയിക്കുന്നത് കാരണം നാത്തൂൻ നോക്കിയാൽ ശരിയാകത്തുള്ളവർക്ക്. ഈ നാത്തൂൻ അതിനേക്കാളും മഹാകള്ളിയായിരുന്നു കേട്ടോ. ഈ അപ്പനെ അമ്മയെ നോക്കുന്ന പേര് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചില മുഴുക്ക ഈ സഹോദരങ്ങൾ വിട്ടും അപ്പനമ്മയോട് നോക്കിക്കായിരുന്നു. അത് കൂടാതെയാണെങ്കിലോ ഈ നാത്തൂൻ പറയും, അയ്യോ എനിക്ക് വയ്യേ, ഏത് സമയത്ത് വയ്യേ എന്നാ ചിന്ത ആ ഒരു വീടും അതേ കേൾക്കാനുള്ളൂ. അത് കാണും ഈ കുടുംബത്തിലേക്ക് കയറി വന്ന സഹോദരന്മാരുടെ ഭാര്യമാർക്ക് മുഴുക്ക ദുരിത ജീവിതമായിരുന്നു. അങ്ങനെ സഹോദരന്മാരുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 10-20 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടെ അപ്പനും അമ്മയും മരിച്ചത്. അത്രയും കാലത്തോളം ഈ നാത്തൂൻ്റെ വീട്ടിൽ ചിലവ് മുഴുക്കി അപ്പനും അമ്മയും സഹോദരനും ഉൾപ്പെടെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പനമ്മയും മരിച്ചല്ലോ. അപ്പോഴേക്കും നാത്തൂന് പിന്നെ ഒരു അസുഖമില്ല. നാത്തൂൻ്റെ മോനെ കല്യാണം കഴിച്ചു, മരുമോളൊക്കെ വന്നു. ഇപ്പോൾ ഈ നാത്തൂന് ഒരു അസുഖമില്ല കേട്ടോ. 65 വയസ്സായി ഇപ്പോൾ നാത്തൂനിപ്പം. 40 വയസ്സിൽ ഈ നാത്തൂൻ നിത്യ രോഗിയായിരുന്നു. പക്ഷേ 65 വയസ്സായപ്പോഴാണെങ്കിലോ ഈ നാത്തൂന് ഒരു അസുഖമില്ല. പടക്കുതിരയെ പോലെ ചാടിക്കൊണ്ട് നടക്കും, പടക്കുതിരയെ പോലെ. നോക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാത്തൂൻ ഇങ്ങനെയാണോ?